നമുക്ക് മലബാറിലെ കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കിയിട്ട് വരാം. ദീപക് തർപ്പണം കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. ദീപക്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമൊക്കെ ചിലയിടത്തെങ്കിലും മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നെങ്ങനെയാണ്? ആശ്വാസ മഴ പ്രതീക്ഷിക്കുന്നുണ്ടോ മലബാറിൽ? ഒരു ആശ്വാസ മഴ കിട്ടിയെങ്കിൽ നന്നായിരുന്നു മലബാറിൽ. കാരണം അത്രമേൽ കടുത്ത ചൂടാണ്. ഈ രാവിലെ 7 മണി നേരത്ത് പോലും നമുക്ക് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ചൂടുണ്ട്. മാത്രമല്ല സാധാരണഗതിയിലുള്ള ഒരു ചൂട് മാത്രമല്ല, ഒരു വിങ്ങലാണ് അനുഭവപ്പെടുന്നത്. അതായത് നമ്മളിന്ന് പുഴുക്കുന്ന പോലത്തെ ഒരു ചൂടാണ്. ഈ മലബാറിലാണെങ്കിൽ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. 40% താപനിലയാണ്. അതുപോലെ നമുക്കിതാ ഈ ജോലി ചെയ്യുന്നവരുടെ ബുദ്ധിമുട്ട് ചൂടിൻ്റെ, നമുക്ക് ഒരു ലോട്ടറി വിൽപ്പനക്കാരനെ നമ്മളിപ്പോൾ കാണുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് മാവൂർ റോഡ് ബസ് സ്റ്റാൻഡിലാണ്. ഈ ചൂടെങ്ങനെയുണ്ട്? ചൂടെങ്ങനെയുണ്ട്? ആളുമില്ല, ആളിറങ്ങുന്നില്ല, ഭയങ്കര ചൂടാ. ആളിറങ്ങുന്നുണ്ട്, നമുക്ക് കച്ചവടം മോശമാണ്. ബസ് കയറാൻ വേണ്ടി ഉള്ള ആൾക്കാരൊക്കെ, ഈ ബസ്സിലൊക്കെ യാത്രക്കാർ പൊതുവിൽ കുറവാണ്. അതായത് സാധാരണ ഈ അവശ്യ സർവീസ് യാത്രക്കാർ മാത്രമേ ഉള്ളൂ. അല്ലാതെയുള്ള യാത്രക്കാർ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഹാഷ്മി, നമുക്കിത് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. രാവിലെ ഈ നേരത്തൊക്കെ ഈ മാവൂർ റോഡ് ബസ് സ്റ്റാൻഡിലൊക്കെ ജനനിബിഡമായിരിക്കും. പക്ഷേ എന്നാൽ അത്ര വലിയ തിരക്കൊന്നും ഇന്ന് കാണാനില്ല എന്നുള്ളതാണ്. ഇന്നെന്നല്ല, പല ദിവസങ്ങളിലും നമ്മൾ വരുമ്പോഴുള്ള കാഴ്ച ഇതാണ്. അവിടെ ഒരു മിൽമ ബൂത്തുണ്ട്. മിൽമ ബൂത്തിലിരിക്കുന്ന ആൾക്കാരോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് അവസ്ഥ എന്നുള്ളത്. കാരണം രാവിലെ തന്നെ ചൂട് ചായ കുടിക്കുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും ആ ചൂട് ആസ്വദിക്കുന്നുണ്ടാവുമായിരിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയുണ്ടാവും എന്നുള്ളത് ഒന്ന് ചോദിക്കാം. എങ്ങനെയുണ്ട് ചൂടിൻ്റെ ഒരു അവസ്ഥ? എന്താ പൊതുവേ? നല്ല ചൂടല്ലേ? ഞങ്ങളെ ചെളന്നൂർ. ഓക്കെ, എങ്ങനെയുണ്ട് ചേട്ടാ ചൂട്? ചൂട് വളരെ ശക്തമാണ്. 12 മണി മുതൽ 3 മണി വരെ ശരിക്കും പൊതുവെ സെയിലൊന്നുമില്ല, ബിസിനസ്സിലൊന്നും. പിന്നീട് വൈകിട്ട് കുറച്ച് ആളുകൾ വരുന്നുണ്ട്. സാധനം വാങ്ങിക്കാൻ കടകളിലേക്ക് ആൾക്കാർ വരുന്നില്ല. 12 to 3 വരെ പൊതുവെ സ്ലോവാണ് ഇവിടുത്തെ വ്യാപാരം. പേരാമ്പ്ര ടു കാലിക്കറ്റ്. എങ്ങനെയുണ്ട്? ചായ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചൂട് കാലത്ത്. ഉള്ളിലും പുറത്തൊക്കെ ഫുള്ള് ചൂടാ. പുറത്തും ചൂടാണ്, ഉള്ളിലും ഫാനുള്ള കുറച്ച്. ഓക്കെ, താങ്ക് യു. ഇതാണ് ഹാഷ്മി, അമൃത. വലിയ ബുദ്ധിമുട്ടാണ്. അതായത് ജോലി ചെയ്യുന്നവർ, സാധാരണ തൊഴിലാളികൾക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. മറ്റൊന്ന്, വ്യാപാരികൾ പറയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കച്ചവടമില്ല. കാരണം കടകളിലേക്ക് ആൾക്കാർ വരുന്നില്ല എന്നുള്ളതാണ്. ഈ മിൽമ ബൂത്തിൽ പോലും തിരക്ക് കുറവാണ് എന്നുള്ളതാണ്. മിൽമ ബൂത്തിൽ ചായ ഉണ്ടാക്കുന്ന ആൾ, ഈ പാല് തിളപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്, അതിൻ്റെ ചൂട്, മൊത്തത്തിൽ പുറത്ത് ചൂട്, അങ്ങനെ ഒരു ദുരിതമാണ് ഈ ചൂടുകാലം സമ്മാനിക്കുന്നത്. മേടച്ചൂട് എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയുമെങ്കിലും ഇതൊരു കൊടുംചൂട് തന്നെയാണ്. ഹാഷ്മി, അമൃത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.